നമ്മുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും ഉണ്ടാകുന്ന രണ്ട് ഐറ്റംസാണ് ബ്രെഡ് മുട്ട. ഇന്ന് നമ്മൾ ഈ ബ്രെഡും മുട്ടയും വെച്ചിട്ട് വൈകുന്നേരം ഒരു അടിപൊളി സ്നാക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ. ഞാനിവിടെ 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ആദ്യം ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 കഷ്ണം ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിൽ ഒട്ടും വെള്ളം ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നതിന് പകരം ബ്രെഡ് അങ്ങ് എടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിച്ച മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. ഞാനിവിടെ 2 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കൂടുതൽ മുട്ട എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂട്ടിയെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കൈ വെച്ചിട്ട് നല്ല പോലെ അതിൽ വെള്ളമൊക്കെ കളയണം കേട്ടോ. നമ്മൾ ഈ ബ്രെഡിലെ വെള്ളം നല്ല പോലെ കളഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്തുണ്ടല്ലോ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലായി വരും. അതുകൊണ്ട് നമ്മളിതിലെ വെള്ളം നല്ല പോലെ തന്നെ പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയുണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ഈ ബ്രെഡ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചേരുവ കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ല പോലെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളകും അതും വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ടൊമാറ്റോ പേസ്റ്റോ അതല്ലെങ്കിൽ സോസോ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളത് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പൊടികൾ എന്തെങ്കിലും വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി അതുപോലെയുള്ള പൊടികളുണ്ടല്ലോ, മുളക് പൊടിയൊക്കെ. പക്ഷേ ഇത് പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നത് വേറെ ടേസ്റ്റ് തന്നെയാണ്. അത് എനിക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അധികം എരിവൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. അപ്പോൾ ഞാൻ ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന ഷേപ്പ് ഉണ്ടല്ലോ, അതുപോലെയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി എടുത്തേക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതിൽ നമ്മളിതൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ അങ്ങ് കോട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്കിനി ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ ഏത് എണ്ണയാണോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആ എണ്ണ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇതിനില്ല കേട്ടോ. തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതങ്ങ് തയ്യാറാക്കി കൊടുത്താൽ മതി കേട്ടോ. അവർക്ക് വളരെ ഇഷ്ടമാവും. ഇതിൽ നമ്മൾ കൂടുതൽ മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.